എനിക്ക് തോന്നുന്നു ഡിവൈസ് എന്തോ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് എവിടെയാണെന്ന് ചേട്ടനെ അറിയുള്ളൂ. അപ്പോൾ അകത്തോട്ട് പോയാലേ ബാക്കി അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഒന്ന് കയറിയിട്ട് വന്നിട്ട് ബാക്കി. രാഹുൽ ഈശ്വറിന്റെ ഭാര്യ അഭിഭാഷക കൂടിയാണ് ദീപ കൂടി ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡിവൈസിനെ കുറിച്ച് തന്നെയാണ് ദീപയും പറയുന്നത്. അതാ വീടിന്റെ കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും ഈ സൈബർ അധിക്ഷേപ പരാതിക്കെതിരായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണമെന്നാണ് എന്നോട് ആവശ്യം. നിർത്തില്ല. ഗാന്ധി സുരേഷ് സാർ നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല. വീട്ടിന്റെ അകത്ത് ഒരു സ്റ്റുഡിയോ ഉണ്ട്. ആ സ്റ്റുഡിയോയ്ക്ക് അകത്തിരുന്നാണ് രാഹുൽ ഈശ്വർ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ. അതുകൊണ്ട് ഈ സ്റ്റുഡിയോയിലേക്കാണ് രാഹുൽ ഈശ്വറിന്റെ വീട്ടിന്റെ അകത്തുള്ള സ്റ്റുഡിയോയിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് തേടുന്നത് രാഹുൽ കഴിഞ്ഞ ദിവസം ഒളിപ്പിച്ചു എന്ന് പറയുന്ന ആ ലാപ്ടോപ്പ് കണ്ടെത്തുക എന്നതാണ് പോലീസിന്റെ പ്രധാന ലക്ഷ്യം. ആ ലാപ്ടോപ്പ് ഈ വീട്ടിന്റെ അകത്ത് തന്നെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. കാരണം രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ലാപ്ടോപ്പ് ഇവിടെ ഞാൻ സുരക്ഷിതമായി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ലാപ്ടോപ്പ് ഈ വീട്ടിന്റെ അകത്ത് തന്നെയുണ്ട്. ലാപ്ടോപ്പ് പോലീസ് കണ്ടെത്തും. അതിനുശേഷമായിരിക്കും ഈ ലാപ്ടോപ്പിന്റെ അകത്തുള്ള ഉള്ളടക്കങ്ങളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുക. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി രാഹുൽ ജീവൻ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. രാഹുൽ ഈശ്വർ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്താണ് അത് അപ്ലോഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ലാപ്ടോപ്പ് അവിടെ തന്നെ ഉണ്ടാകണമെന്ന് വല്ല നിർബന്ധവുമുണ്ടോ? രാഹുൽ ഈശ്വർ പ്രതികരിക്കുന്നതാണ് കേട്ടത്. ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല. എന്ത് സംഭവിച്ചാലും ശരി, പ്രഭാതം മുതൽ പ്രദോഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി താൻ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിരന്തരം രാഹുലിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കും. ഇനിയും വീഡിയോ ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്കുള്ളിൽ 16 വീഡിയോ ആണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ ഈശ്വർ പോസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് അത് ചിത്രീകരിച്ച് അത് എഡിറ്റ് ചെയ്ത ആ ലാപ്ടോപ്പ് കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെയും കൊണ്ട് സ്വന്തം രാഹുലിന്റെ വീട്ടിലേക്ക്, പൗടിക്കുളത്തെ വീട്ടിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ഇതിനുശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുൻപിൽ രാഹുൽ ഈശ്വറിനെ ഹാജരാക്കുക. സൈബർ ഇടത്തിൽ ഈ പരാതിക്കാരിയെ അപമാനിച്ച കേസിൽ ആദ്യത്തെ അറസ്റ്റാണ് രാഹുൽ ഈശ്വറിന്റേത്. ഇനി മറ്റ് 3 പേർ കൂടിയുണ്ട്. ദീപ ജോസഫ് സുപ്രീം കോടതി അഭിഭാഷകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ KPCC ജനറൽ സെക്രട്ടറിയാണ്. അത് മറ്റൊന്ന് രഞ്ജിത പുളിക്കൻ മഹിളാ മോർച്ച നേതാവാണ്. ഈ മറ്റു 3 പേർക്കെതിരെ കൂടി നടപടിക്ക് ഉടൻ തന്നെ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, സൈബർ ഇടങ്ങളിൽ ആ പെൺകുട്ടിയുടെ പേര്, വിലാസങ്ങൾ ഒക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് വെങ്കടേഷ്, ക്രമസമാധാന ചുമതലയുള്ള ADGP വ്യക്തമാക്കിയിട്ടുള്ളത്.